തനിക്ക് കൊച്ചി മേയർ പദവി നൽകാതിരുന്നതിനെതിരെ വീണ്ടും ദീപ്തി മേരി വർഗീസ്. ആ വിഷയം അടഞ്ഞ അധ്യായമാണെങ്കിലും അന്വേഷണം തുടരണം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടി ഇക്കാര്യത്തിൽ തീരുമാനം അറിയിക്കണം. മേയർ തിരഞ്ഞെടുപ്പിൽ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെട്ടില്ല എന്ന കാര്യത്തിൽ താൻ ഉറച്ചു നിൽക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട KPCC കമ്മീഷന്റെ അന്വേഷണം മുന്നോട്ട് പോയിട്ടില്ലെന്നും ദീപ്തി മേരി വർഗീസ് പറഞ്ഞു. കേരളവിഷൻ ന്യൂസിന്റെ പ്രത്യേക അഭിമുഖ പരിപാടിയായ ട്രൂ കോളറിൽ സംസാരിക്കുന്നതിനിടെയാണ് ദീപ്തി മേരി വർഗീസ് ഇക്കാര്യം പറഞ്ഞത്. ആ പ്രതികരണത്തിലേക്ക്. ജനപ്രതിനിധിയാകുക എന്നുള്ള കാര്യത്തിൽ നിർഭാഗ്യവശാൽ എന്നെ അതിൻ്റെ അകത്ത് ഇതുവരെ എനിക്ക് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ സാധാരണഗതിയിൽ KPCC ജനറൽ സെക്രട്ടറി ആയിട്ട് മത്സരിക്കുന്ന ഒരാൾ ലോക്കൽ ബോഡിയിലേക്ക് മത്സരിക്കുമ്പോൾ കിട്ടേണ്ട ഒരു പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യം കിട്ടിയില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അന്ന് അങ്ങനെ മാറിയെടുക്കേണ്ടി വന്ന ഒരു തീരുമാനത്തിൻ്റെ കാരണങ്ങളും അതിൽ എന്തെങ്കിലും അന്യായമായിട്ട് ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കാൻ പാർട്ടി ഒരു അന്വേഷണ കമ്മീഷൻ വെച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു അന്വേഷണം തൽക്കാലം മുമ്പോട്ട് പോയിട്ടുള്ളതായിട്ട് ഞാൻ കരുതുന്നില്ല. അന്വേഷണ കമ്മീഷനെ 2-3 പേരെ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനുശേഷം പാർട്ടി ഉചിതമായ ഒരു തീരുമാനം എടുക്കട്ടെ. KPCCയുടെ മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ അത് സംശയമൊന്നുമില്ല. അത് പറയാൻ എനിക്ക് മടിയുമില്ല. പക്ഷേ അങ്ങനെ ലംഘിക്കപ്പെട്ടെങ്കിൽ അതിന് തീരുമാനമെടുക്കേണ്ടത് പിന്നീട് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണല്ലോ, പാർട്ടി നേതൃത്വമാണല്ലോ. അവർ തീരുമാനിക്കട്ടെ. പാർട്ടിക്ക് ഞാൻ വേണ്ട, ദീപ്തി എന്ന വ്യക്തിയല്ല ഇതിന് വേണ്ടത്, മറ്റൊരാളാണ് വേണ്ടത് എന്ന് തോന്നിയെങ്കിൽ അങ്ങനെ തീരുമാനം എടുക്കട്ടെ. എന്നേക്കാൾ യോഗ്യരായ 2 ആളുകളെ പാർട്ടി തീരുമാനിച്ചു. അവർ ആ ഉത്തരവാദിത്തം ചെയ്യട്ടെ. അവരെക്കാൾ യോഗ്യത കുറഞ്ഞ ഞാൻ അവരെ പിന്തുണയ്ക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം. അത് ഞാൻ ചെയ്യാൻ പോവാണ്. ഈ അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം നാളെ രാത്രി 9 മണിക്ക് കേരളവിഷൻ ന്യൂസ് ട്രൂ കോളറിൽ സംപ്രേഷണം ചെയ്യും.